ഒന്നാമത്തെ ചോദ്യം, റൂത്ത് ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി, റൂത്ത് ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു? ഉത്തരം മൊബാവ്യ വംശം. റൂത്ത് മൊബാവ്യ വംശത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. ചോദ്യം 2, റൂത്തിന്റെ ആദ്യ ഭർത്താവ് ഏത് നാട്ടുകാരനായിരുന്നു? റൂത്തിന്റെ ആദ്യ ഭർത്താവ് ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം അദ്ദേഹം ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്തിന്റെ ആദ്യ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. ചോദ്യം 3, റൂത്തിന്റെ അമ്മായിയമ്മയുടെ പേരെന്തായിരുന്നു? ചോദ്യം 3, റൂത്തിന്റെ അമ്മായിയമ്മയുടെ പേരെന്തായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം നവോമി. റൂത്തിന്റെ അമ്മായിയമ്മയുടെ പേര് നവോമി എന്നായിരുന്നു. ചോദ്യം 4, റൂത്ത് ഏത് നാട്ടിൽ വസിക്കുമ്പോഴാണ് അവളുടെ ആദ്യ ഭർത്താവ് മരിച്ചത്? റൂത്ത് ഏത് നാട്ടിൽ വസിക്കുമ്പോഴാണ് അവളുടെ ആദ്യ ഭർത്താവ് മരിച്ചത്? ഉത്തരം മൊബാവിൽ വസിക്കുമ്പോൾ. മൊബാവിൽ വസിക്കുമ്പോഴാണ് റൂത്തിന്റെ ആദ്യ ഭർത്താവ് മരിച്ചത്. 5ാമത്തെ ചോദ്യം, വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു. ആര്? വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഉത്തരം റൂത്ത്. ഇത് ആമുഖ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. 6ാമത്തെ ചോദ്യം, റൂത്ത് രണ്ടാമത് വിവാഹം കഴിച്ച ആളുടെ പേരെന്ത്? റൂത്ത് രണ്ടാമത് വിവാഹം കഴിച്ച ആളുടെ പേര് എന്ത്? ഉത്തരം ബോവാസ്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇണ്ട മിസ്സിംഗ് ആണ്. അത് കമ്പ്യൂട്ടറിന്റെ ലിപി പെശകാണ്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. 7ാമത്തെ ചോദ്യം, എന്തൊക്കെയായിരുന്നു റൂത്ത് രണ്ടാമത് വിവാഹം കഴിച്ച ബോവാസിന്റെ പ്രത്യേകതകൾ? റൂത്തിന്റെ മരിച്ചുപോയ ആദ്യ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനും. എന്തൊക്കെയായിരുന്നു റൂത്ത് രണ്ടാമത് വിവാഹം കഴിച്ച ബോവാസിന്റെ പ്രത്യേകതകൾ? സമ്പന്നനും അതുപോലെ ബന്ധുവും. 8ാമത്തെ ചോദ്യം, അതുവഴി അവളുടെ പേര് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. അവൾ ആര്? ഉത്തരം റൂത്ത്. അതുവഴി അവളുടെ പേര് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു. അവൾ ആര്? ഉത്തരം റൂത്ത്. ചോദ്യം 9, അവിടെ അവൾ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി. എവിടെ? ഉത്തരം ജെറുസലേമിൽ. അവിടെ അവൾ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി. ഉത്തരം ജെറുസലേമിൽ. 10ാമത്തെ ചോദ്യം, സുഹൃതനെയും വിശ്വസ്തയുമായ ഡാഷ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഉത്തരം റൂത്തിനെ. സുഹൃതനെയും വിശ്വസ്തയുമായ റൂത്തിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. ചോദ്യം 11, റൂത്ത് തന്റെ ഭർത്താവും വിധവയുമായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് ഡാഷിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. റൂത്ത് തന്റെ ഭർത്താവും വിധവയായ അമ്മായിയമ്മ നവോമി ഒരുമിച്ച് ഡാഷിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. ഉത്തരം മൊബാവിൽ വസിക്കുമ്പോൾ. ചോദ്യം 12, റൂത്തിന്റെ ആദ്യ ഭർത്താവ് ഒരു ഡാഷ്കാരനായിരുന്നു. ഉത്തരം ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്തിന്റെ ആദ്യ ഭർത്താവ് ഒരു ഡാഷ്കാരനായിരുന്നു. ഇത് പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. നമ്മൾ അല്ലാത്ത രീതിയിൽ ഈ ചോദ്യം കണ്ടതാണ്. എങ്കിലും പൂരിപ്പിക്കാൻ വരുമ്പോൾ ഇതാണ് ഉത്തരം. ചോദ്യം 13, റൂത്ത് തന്റെ ഭർത്താവും വിധവയുമായ അമ്മായിയമ്മ ഡാഷും ആയും ഒരുമിച്ച് മൊബാവിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. ഉത്തരം നവോമിയും. പൂരിപ്പിക്കാനുള്ള ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ഒന്ന് കണ്ടതാണ്. എങ്കിലും ഇങ്ങനെ വരുമ്പോൾ ഉത്തരം നവോമിയും. അമ്മായിയമ്മയുടെ പേര് നവോമിയും. ചോദ്യം 14, അതുവഴി റൂത്തിന്റെ പേര് ഡാഷ് പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ഉത്തരം ദാവീദിന്റെ. അതുവഴി റൂത്തിന്റെ പേര് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ചോദ്യം 15, അവിടെ അവൾ, അതായത് റൂത്ത്, മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ഡാഷിന്റെ ഭാര്യയായി. ഉത്തരം ബോവാസിന്റെ. അവിടെ അവൾ, അതായത് റൂത്ത്, മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി. ആമുഖ ഭാഗത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞു. ഇനി റൂത്ത് അധ്യായം 1 നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോവുക. 1ാമത്തെ ചോദ്യം, റൂത്ത് അധ്യായം 1 എത്ര വാക്യങ്ങളുണ്ട്? 1ാമത്തെ ചോദ്യം, റൂത്ത് അധ്യായം 1 എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 22 വാക്യങ്ങൾ. റൂത്ത് അധ്യായം 1 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22 വാക്യങ്ങൾ.
ചോദ്യം 2, എലിമെലേക്കിന്റെ കുടുംബത്തിന് എന്തുകൊണ്ടാണ് മൊബാബ് ദേശത്തേക്ക് കുടിയേറി പാർക്കേണ്ടി വന്നത്? ഉത്തരം, ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ. എലിമെലേക്കിന്റെ കുടുംബത്തിന് എന്തുകൊണ്ടാണ് മൊബാബ് ദേശത്തേക്ക് കുടിയേറി പാർക്കേണ്ടി വന്നത്? ഉത്തരം, ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായതിനാൽ. ചോദ്യം 3, എലിമെലേക്ക് ആരുടെ ഭർത്താവായിരുന്നു? ചോദ്യം 3, എലിമെലേക്ക് ആരുടെ ഭർത്താവായിരുന്നു? ഉത്തരം, നവോമി. എലിമെലേക്ക് ആരുടെ ഭർത്താവായിരുന്നു? ഉത്തരം, നവോമി. ചോദ്യം 4, എലിമെലേക്കിനും ഭാര്യ നവോമിക്കും എത്ര പുത്രന്മാരുണ്ടായിരുന്നു? എലിമെലേക്കിനും ഭാര്യ നവോമിക്കും എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം, 2 പുത്രന്മാർ. അവരുടെ പേരുകൾ മഹ്ലോനും കിലിയോനും. എലിമെലേക്കിനും ഭാര്യ നവോമിക്കും 2 പുത്രന്മാർ. ചോദ്യം 5, എലിമെലേക്കിന്റെ കുടുംബം ഏത് ദേശക്കാരും വിഭാഗക്കാരുമായിരുന്നു? ഉത്തരം, യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. എലിമെലേക്കിന്റെ കുടുംബം ഏത് ദേശക്കാരും വിഭാഗക്കാരുമായിരുന്നു? ഉത്തരം, യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. ചോദ്യം 6, നവോമിയുടെ ഭർത്താവ് എലിമെലേക്ക് മരിച്ചു. വാക്യം എത്രയാണ്? നവോമിയുടെ ഭർത്താവ് എലിമെലേക്ക് മരിച്ചു. വാക്യം എത്ര? റൂത്തിന്റെ പുസ്തകം അധ്യായം 1 3-ാം വാക്യം. റൂത്ത് അധ്യായം 1 3-ാം വാക്യം. ചോദ്യം 7, എലിമെലേക്കിന്റെ 2 മക്കൾ വിവാഹം കഴിച്ച സ്ത്രീകളുടെ പേരുകൾ എന്തെല്ലാം? എലിമെലേക്കിന്റെ 2 മക്കൾ വിവാഹം കഴിച്ച സ്ത്രീകളുടെ പേരുകൾ എന്തെല്ലാം? ഉത്തരം, ഓർഫ, റൂത്ത്. ഉത്തരം ഒരിക്കൽ കൂടി, ഓർഫ, റൂത്ത്. ചോദ്യം 8, മൊബാബിൽ നവോമിയും കുടുംബവും എത്ര നാൾ വസിച്ചു? മൊബാബിൽ നവോമിയും കുടുംബവും എത്ര നാൾ വസിച്ചു? ഉത്തരം, 10 വർഷത്തോളം. ഉത്തരം, 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. മൊബാബിൽ നവോമിയും കുടുംബവും എത്ര നാൾ വസിച്ചു? ഉത്തരം, 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. 9-ാമത്തെ ചോദ്യം, നവോമി മരുമക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് എന്ത് കേട്ടാണ്? നവോമി മരുമക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് എന്ത് കേട്ടാണ്? ഉത്തരം, കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട്. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടാണ് നവോമി മരുമക്കളോടുകൂടി തിരികെ പോകാനായിട്ട് ഒരുങ്ങിയത്. 10-ാമത്തെ ചോദ്യം, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് നവോമി മരുമക്കളോട് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് നവോമി മരുമക്കളോട് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം, തിരികെ യൂദയായിലേക്കുള്ള അവരുടെ മടക്കയാത്രയിൽ. തിരികെ യൂദയായിലേക്കുള്ള അവരുടെ മടക്കയാത്രയിൽ. 11-ാമത്തെ ചോദ്യം, നവോമിയുടെ മരുമക്കളിൽ ആരാണ് നവോമിയെ ചുംബിച്ച് വിടവാങ്ങിയത്? നവോമിയുടെ മരുമക്കളിൽ ആരാണ് നവോമിയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഉത്തരം, ഓർഫ. നവോമിയുടെ മരുമക്കളിൽ ആരാണ് നവോമിയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഉത്തരം, ഓർഫ. 12-ാമത്തെ ചോദ്യം, തിരികെ പോകാൻ നവോമി പറഞ്ഞിട്ടും പോകാതെ നവോമിയുടെ കൂടെ നിന്ന മരുമകളുടെ പേരെന്താണ്? ഉത്തരം, റൂത്ത്. തിരികെ പോകാൻ നവോമി പറഞ്ഞിട്ടും പോകാതെ നവോമിയുടെ കൂടെ തന്നെ നിന്ന മരുമകളുടെ പേരെന്താണ്? ഉത്തരം, റൂത്ത്. ഇന്നത്തെ പുസ്തകത്തിലെ താരം റൂത്താണ് കേട്ടോ. 13-ാമത്തെ ചോദ്യം, അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. വാക്യം എത്ര? ഉത്തരം, റൂത്ത് 1-ാം അധ്യായം 16-ാം വാക്യം. ഇത് റൂത്ത് പറഞ്ഞ വാക്യങ്ങളാണ് കേട്ടോ. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. വാക്യം 1, റൂത്ത് 1:16. 14-ാമത്തെ ചോദ്യം, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. ആരുടെ വാക്കുകൾ? ഉത്തരം, റൂത്ത്. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷ എനിക്ക് നൽകിക്കൊള്ളട്ടെ. ആരുടെ വാക്കുകൾ? ഉത്തരം, റൂത്ത്. 15-ാമത്തെ ചോദ്യം, നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരെ കണ്ടു എന്ത് ചെയ്തു? ഉത്തരം, വിസ്മയിച്ചു. അവരെ കണ്ട് എന്ത് ചെയ്തു? ഉത്തരം, വിസ്മയിച്ചു. ചോദ്യം 16, സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആകയാൽ എന്നെ
ഇനി മുതൽ എന്ത് വിളിക്കണമെന്നാണ് നവോമി പറഞ്ഞത്? സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്, ആകയാൽ എന്നെ ഇനി മുതൽ മാറ എന്ന് വിളിക്കണമെന്നാണ് നവോമി പറഞ്ഞത്. മാറ എന്ന് വിളിക്കണമെന്നാണ് നവോമി പറഞ്ഞത്. ചോദ്യം 17. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയപ്പോൾ എന്തിന്റെ സമയമായിരുന്നു? ഉത്തരം: ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബെത്ലഹേമിൽ എത്തിയത്. ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബെത്ലഹേമിൽ എത്തിയത്. 18ാമത്തെ ചോദ്യം. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവിനെ തിരിച്ചയച്ചു. കർത്താവിനെ ഞെരുക്കുകയും സർവശക്തന് എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എനിക്കെന്നെ നവോമി എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? ആരുടെ വാക്കുകൾ? ഉത്തരം: നവോമിയുടെ വാക്കുകൾ. ആ ചോദ്യം അത്ര സെറ്റല്ല അല്ലെ? ഓക്കെ, നവോമി എന്നുള്ള വാക്ക് അതിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിലും നവോമി സങ്കടത്തോടെ പറഞ്ഞ വാക്കുകളാണ്. ഉത്തരം: നവോമി. 19ാമത്തെ ചോദ്യം. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: സന്തുഷ്ട. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: സന്തുഷ്ട. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: സന്തുഷ്ട. ഇത് നമ്മുടെ ബൈബിളിന്റെ അടിഭാഗത്ത് കിടക്കുന്ന ആ ഒരു പോർഷനിൽ എടുത്ത ചോദ്യമാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് കേട്ട് ഡാഷ് മക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. ഡാഷ്. ഉത്തരം: നവോമി. ഇത് പൂരിപ്പിക്കാനുള്ള ചോദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നതാണ്. നവോമി മരുമക്കളോട് മൊബാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടാണ്. ഉത്തരം: നവോമി. അങ്ങനെ ഒന്നാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ അധ്യായത്തിലെ ഉത്തരങ്ങളും ചോദ്യങ്ങളും കാണാം. ഒന്നാമത്തെ ചോദ്യം. റൂത്ത് അധ്യായം 2 എത്ര വാക്യങ്ങളുണ്ട്? റൂത്ത് അധ്യായം 2 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 23 വാക്യങ്ങൾ. റൂത്ത് അധ്യായം 2 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 23 വാക്യങ്ങൾ. ചോദ്യം 2. റൂത്ത് അധ്യായം 2 പ്രകാരം നവോമിയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആരായിരുന്നു? റൂത്ത് അധ്യായം 2 പ്രകാരം നവോമിയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ബോവാസ്. ഈ ബോവാസിനാണ് റൂത്ത് പിന്നീട് കല്യാണം കഴിക്കുന്നത്. റൂത്ത് അധ്യായം 2 പ്രകാരം നവോമിയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികൻ. ഉത്തരം: ബോവാസ് ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം. ധാന്യം കൊയ്യുമ്പോൾ അതിര് തീർത്ത് പറിക്കരുതെന്ന നിർദ്ദേശം ദൈവമായ കർത്താവ് കൽപ്പിച്ചിരുന്നത് എന്തിനാണ്? ഉത്തരം: അവയിൽ മിച്ചമുള്ളത് പാവങ്ങൾക്കും പരദേശികൾക്കും ലഭിക്കുന്നതിന് വേണ്ടി. ഇത് നമ്മൾ വിശുദ്ധരെന്ന് വായിക്കുന്നതിന്റെ ഭാഗത്ത് അടിഭാഗത്ത് കാണുന്ന ആ ഒരു ലേവ്യ 19:9-10 ആധാരമാക്കി നിർമ്മിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം. വിളവ് കൊയ്ത ശേഷം മിച്ചമുള്ള കറ്റ ആർക്കുള്ളതാണെന്നാണ് നിയമാവർത്തനം 24:19 പറയുന്നത്? ഉത്തരം: പരദേശിക്കും അനാഥനും വിധവയ്ക്കും. കൊയ്ത്തിന്റെ സമയത്ത് മിച്ചം വരുന്നതെല്ലാം ഇത്തരത്തിൽ പരദേശികൾക്കും അനാഥർക്കും വിധവയ്ക്കും കൊടുക്കുന്ന രീതിയെക്കുറിച്ച് പഴയ നിയമാവർത്തനം ലേവിയുടെ പുസ്തകത്തിലും പറയുന്നുണ്ട്. അതാണ് സംഭവം. അഞ്ചാമത്തെ ചോദ്യം. ലൂത്ത് അധ്യായം 2:2 പ്രകാരം കാല പെറുക്കാൻ റൂത്ത് അനുവാദം ചോദിച്ചത് ആരോടാണ്? ഉത്തരം: നവോമിയോട്. റൂത്ത് അധ്യായം 2:2 പ്രകാരം കാല പെറുക്കാൻ റൂത്ത് അനുവാദം ചോദിച്ചത് ആരോടാണ്? ഉത്തരം: അമ്മായിമ്മയായ നവോമിയോട്. ഉത്തരം ഒരിക്കൽ കൂടി: നവോമിയോട്. ആറാമത്തെ ചോദ്യം. റൂത്ത് അധ്യായം 2:3 പ്രകാരം റൂത്ത് കാല പെറുക്കിയതിന്റെ രീതി എപ്രകാരമായിരുന്നു? അവൾ കൊയ്ത്തുകാരുടെ പിറകെ നടന്ന് കാല പെറുക്കി. റൂത്ത് അധ്യായം 2:3 പ്രകാരം റൂത്ത് കാല പെറുക്കിയതിന്റെ രീതി അവൾ കൊയ്ത്തുകാരുടെ പിറകെ നടന്ന് കാല പെറുക്കി. ചോദ്യം 7. റൂത്ത് കാല പെറുക്കിയത് ആരുടെ വയലിൽ ആയിരുന്നു? റൂത്ത് കാല പെറുക്കിയത് ആരുടെ വയലിൽ ആയിരുന്നു? ഉത്തരം: എലിമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. എലിമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. എലിമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് റൂത്ത് കാല പെറുക്കിയത്. എട്ടാമത്തെ ചോദ്യം. റൂത്ത് അധ്യായം 2:4 പ്രകാരം ബോവാസ് കൊയ്ത്തുകാരെ എങ്ങനെയാണ് അഭിവാദനം ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റൂത്ത് അധ്യായം 2:4 പ്രകാരം ബോവാസ് കൊയ്ത്തുകാരെ എങ്ങനെയാണ് അഭിവാദനം ചെയ്തത്? ഉത്തരം: കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിസംബോധന ചെയ്തത്. ഒമ്പതാമത്തെ ചോദ്യം. ബോവാസിന്റെ അഭിവാദനത്തിന് കൊയ്ത്തുകാർ പ്രതിവാദനം ചെയ്തത് എങ്ങനെയാണ്? പ്രത്യഭിവാദനം ചെയ്തത് എങ്ങനെയാണ്? ഉത്തരം: കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ.
ബോവാസിന്റെ അഭിമാനത്തിന് മറുപടിയായിട്ട് കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ്. 10ാമത്തെ ചോദ്യം, റൂത്തിനെ കണ്ട് ബോവാസ് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് എന്താണ് ചോദിച്ചത്? റൂത്തിനെ കണ്ട് ബോവാസ് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം, ആരാണ് ഈ യുവതി? റൂത്തിനെ കണ്ട് ബോവാസ് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ചോദിച്ചത് എന്താണ്? ആരാണ് ഈ യുവതി? 11ാമത്തെ ചോദ്യം, ബോവാസിന്റെ ആരാണ് ഈ യുവതി എന്ന ചോദ്യത്തിന് ഭൃത്യൻ എന്താണ് മറുപടി നൽകിയത്? ഉത്തരം, നവോമിയോടൊപ്പം മൊബാബിൽ നിന്ന് വന്ന മൊബാബി സ്ത്രീയാണിവൾ. നവോമിയോടൊപ്പം മൊബാബിൽ നിന്ന് വന്ന മൊബാബ്യ സ്ത്രീയാണിവൾ. 12ാമത്തെ ചോദ്യം, റൂത്തിനോട് ആരെ പിന്തുടർന്ന് കാലപെറുക്കാനാണ് ബോവാസ് നിർദ്ദേശം നൽകിയത്? 12ാമത്തെ ചോദ്യം, റൂത്തിനോട് ആരെ പിന്തുടർന്ന് കാലപെറുക്കാനാണ് ബോവാസ് നിർദ്ദേശം നൽകിയത്? ഉത്തരം, തന്റെ ദാസിമാരെ പിന്തുടരാൻ. തന്റെ ദാസിമാരെ പിന്തുടരാൻ. 13ാമത്തെ ചോദ്യം, നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ആരുടെ വാക്കുകളാണിത്? ഉത്തരം, ബോവാസ് റൂത്തിനോട് പറഞ്ഞതാണിത്. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ആരുടെ വാക്കുകൾ? ഉത്തരം, ബോവാസ്. 14ാമത്തെ ചോദ്യം, റൂത്ത് അധ്യായം 2:10 പ്രകാരം ബോവാസിനെ സാഷ്ടാംഗം പ്രണമിച്ച ശേഷം റൂത്ത് പറഞ്ഞത് എന്താണ്? അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? റൂത്ത് അധ്യായം 2:10 പ്രകാരം ബോവാസിന്റെ സാഷ്ടാംഗം പ്രണമിച്ച ശേഷം റൂത്ത് പറഞ്ഞത്, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? 15ാമത്തെ ചോദ്യം, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു എന്ന വാക്യം കാണുന്നത് എത്രാമത്തെ വാക്യം എവിടെയാണ്? ഉത്തരം, റൂത്ത് 2:10. റൂത്ത് പറഞ്ഞ വാക്യം അത് കാണുന്നത് 2 അധ്യായം 10ാം വാക്യത്തിൽ. 16ാമത്തെ ചോദ്യം, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. വാക്യം എത്ര? നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. വാക്യം റൂത്ത് 2:12. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 17ാമത്തെ ചോദ്യം, ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് കഴിക്കാൻ നൽകിയത്? ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് കഴിക്കാൻ നൽകിയത്? മലർ. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് കഴിക്കാൻ മലർ നൽകി. 18ാമത്തെ ചോദ്യം, ഭക്ഷണ സമയത്ത് റൂത്ത് ആരോടൊപ്പമാണ് ഭക്ഷണത്തിനിരുന്നത്? ഭക്ഷണ സമയത്ത് റൂത്ത് ആരോടൊപ്പമാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം, കൊയ്ത്തുകാരോടുകൂടെ. ഭക്ഷണ സമയത്ത് റൂത്ത് കൊയ്ത്തുകാരോടുകൂടെയാണ് ഭക്ഷണത്തിന് ഇരുന്നത്. 19ാമത്തെ ചോദ്യം, അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. അവളെ ശാസിക്കരുത്. ആരുടെ വാക്കുകൾ? അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. അവളെ ശാസിക്കരുത്. ആരുടെ വാക്കുകൾ? ഉത്തരം, ബോവാസിന്റെ വാക്കുകൾ. ഉത്തരം, ബോവാസിന്റെ വാക്കുകൾ. 20ാമത്തെ ചോദ്യം, സന്ധ്യ വരെ കാല പെറുക്കി മെതിച്ചപ്പോൾ റൂത്തിന് എത്ര ബാർലിയാണ് ലഭിച്ചത്? സന്ധ്യ വരെ കാല പെറുക്കി മെതിച്ചു കഴിഞ്ഞപ്പോൾ റൂത്തിന് എത്ര ബാർലിയാണ് ലഭിച്ചത്? ഉത്തരം, ഏകദേശം 1 ഏഫ ബാർലി. ഏകദേശം 1 ഏഫ ബാർലി. 21ാമത്തെ ചോദ്യം, കാല പെറുക്കിയ ശേഷം റൂത്ത് അതുമായി എന്ത് ചെയ്തു? കാല പെറുക്കിയ ശേഷം റൂത്ത് അതുമായി എന്ത് ചെയ്തു? ഉത്തരം, അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി ഒപ്പം ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. 2 കാര്യങ്ങൾ ചെയ്തു. അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി ഒപ്പം ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. 22ാമത്തെ ചോദ്യം, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. ആരുടെ വാക്കുകളാണ്? ഉത്തരം, നവോമിയുടെ വാക്കുകൾ. ജീവിച്ചിരിക്കുന്നവനോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. ആരുടെ വാക്കുകൾ? ഉത്തരം, നവോമിയുടെ വാക്കുകൾ. 23ാമത്തെ ചോദ്യം, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. അവൻ ആര്? ബോവാസ്. ഇത് നവോമി പറഞ്ഞ വാക്കുകളാണ്. അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. അവൻ ആരാണ്? ഈ വചനത്തിലെ അവൻ ആരാണ്? ഉത്തരം, ബോവാസ്.
24-ാമത്തെ ചോദ്യം, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ വാക്കുകൾ? കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം റൂത്തിന്റെ വാക്കുകൾ. 25-ാമത്തെ ചോദ്യം, അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിന്റെ ഡാഷ് ചേർന്ന് നിന്ന് കാലാപിറക്കി. ബോവാസിന്റെ ഡാഷ് ചേർന്ന് നിന്ന് കാലാപിറക്കി. ഉത്തരം ദാസിമാരോട്. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് കാലാപിറക്കി. 26-ാമത്തെ ചോദ്യം, അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ കൂടെ ഇരുന്നു. അവൻ അവൾക്ക് ഡാഷ് കൊടുത്തു. അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കിയും വന്നു. ഉത്തരം മലർ. നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടതാണ്, എങ്കിൽ ഇത് പൂരിപ്പിക്കുന്ന ചോദ്യമായിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും? അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കിയും വന്നു. 27-ാമത്തെ ചോദ്യം, താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ബാക്കി വന്ന ഡാഷ് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ഉത്തരം ആഹാരം. ബാക്കി വന്ന മലറല്ല, ഉത്തരം ആഹാരമാണ്. 28-ാമത്തെ ചോദ്യം, നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലിൽ പോയി ഡാഷ് ഏൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരുടെ കൂടെ പോകുന്നതാണ് നല്ലത്. ഉത്തരം ശല്യം. നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരുടെ കൂടെ പോകുന്നതാണ് നല്ലത്. 29-ാം ചോദ്യം, അവൾ കാലപിറക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ ഡാഷ് ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. ഉത്തരം കറ്റകളുടെ ഇടയിൽ നിന്നും. അവൾ കാലപിറക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. കറ്റകളുടെ ഇടയിൽ നിന്നും. 30-ാമത്തെ ചോദ്യം, ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലപിറക്കട്ടെ എന്ന് ഡാഷ് യായ റൂത്ത് നവോമിയോട് ചോദിച്ചു. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലപിറക്കട്ടെ എന്ന് ഡാഷ് യായ റൂത്ത് നവോമിയോട് ചോദിച്ചു. ഇതൊരു പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇടയിൽ അത് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2-ാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞു. റൂത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 1-ാമത്തെ ചോദ്യം, റൂത്ത് അധ്യായം 3-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18 വാക്യങ്ങൾ. അധ്യായം 3 റൂത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18 വാക്യങ്ങൾ. റൂത്തിന്റെ 4 അധ്യായങ്ങളിൽ ചെറുത് 3-ാമത്തെ അധ്യായമാണ് കേട്ടോ. 2-ാമത്തെ ചോദ്യം, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിക്കുക എൻ്റെ കടമയല്ലേ? ആരുടെ വാക്കുകളാണിത്? ഉത്തരം നവോമി. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആരുടെ വാക്കുകളാണിത്? ഉത്തരം നവോമിയുടെ വാക്കുകൾ. നവോമിയുടെ വാക്കുകൾ. 3-ാമത്തെ ചോദ്യം, മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ആര് രാത്രി വരുന്നുണ്ട് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ആര് രാത്രി വരുന്നുണ്ട് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം ബോവാസ്. ബോവാസ് രാത്രി മെതിക്കളത്തിൽ വരുന്നുണ്ടെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്. 4-ാമത്തെ ചോദ്യം, ബോവാസിനൊപ്പം ഉറങ്ങാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം കിടക്കുന്ന സ്ഥലം കണ്ടുവച്ച് പിന്നീട് ചെന്ന് കാലിലെ പുതപ്പ് മാറ്റി അവിടെ കിടക്കണമെന്ന്. സ്ഥലം കണ്ടുവയ്ക്കണം, കാലിലെ പുതപ്പ് മാറ്റി അവിടെ കിടക്കണം. ഈ 2 നിർദ്ദേശങ്ങളാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്. 5-ാമത്തെ ചോദ്യം, അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. വാക്യം എഴുതുക. 5-ാമത്തെ ചോദ്യം, അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. വാക്യം എഴുതുക. ഉത്തരം റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. 6-ാമത്തെ ചോദ്യം, ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് കിടന്നുറങ്ങിയത് എവിടെയാണ്? ഉത്തരം ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് കിടന്നുറങ്ങിയത് എവിടെയാണ്? ഉത്തരം ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ. ഉത്തരം ഒരിക്കൽ കൂടി, ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ. 7-ാമത്തെ ചോദ്യം, അർദ്ധരാത്രിയിൽ എന്തുകൊണ്ടാണ് ബോവാസ് ഞെട്ടി ഉണർന്നത്? അർദ്ധരാത്രിയിൽ എന്തുകൊണ്ടാണ് ബോവാസ് ഞെട്ടി ഉണർന്നത്? ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടതുകൊണ്ട്. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടതുകൊണ്ട്.
8ാമത്തെ ചോദ്യം, നീ ആരാണ് എന്ന ബോവാസിന്റെ ചോദ്യത്തിന് റൂത്ത് എന്ത് മറുപടിയാണ് നൽകിയത്? നീ ആരാണ് എന്ന ചോദ്യത്തിന് റൂത്ത് എന്ത് മറുപടിയാണ് നൽകിയത്? ഉത്തരം, ഞാൻ നിന്റെ ദാസിയായ റൂത്താണ്. നീ ആരാണെന്ന ബോവാസിന്റെ ചോദ്യത്തിന് റൂത്ത് എന്ത് മറുപടിയാണ് നൽകിയത്? ഉത്തരം, ഞാൻ നിന്റെ ദാസിയായ റൂത്താണ്. 9ാമത്തെ ചോദ്യം, അങ്ങ് എന്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. ആരോട് പറഞ്ഞു? അങ്ങന്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. ആരോട് പറഞ്ഞു? ഉത്തരം, റൂത്ത് ബോവാസിനോട്. റൂത്ത് ബോവാസിനോട്. 10ാമത്തെ ചോദ്യം, ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ, എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ഡാഷ് നിനക്കുണ്ട്. ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്ന് എന്നത് വാസ്തവം തന്നെ, എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ഡാഷ് നിനക്കുണ്ട്. ഉത്തരം, ചാർച്ചക്കാരൻ. ഉത്തരം, ചാർച്ചക്കാരൻ. 11ാമത്തെ ചോദ്യം, എപ്പോൾ വരെ കൂടെ കിടക്കാനാണ് ബോവാസ് റൂത്തിന് അനുവാദം നൽകിയത്? എപ്പോൾ വരെ കൂടെ കിടക്കാനാണ് ബോവാസ് റൂത്തിന് അനുവാദം നൽകിയത്? ഉത്തരം, പ്രഭാതം വരെ. പ്രഭാതം വരെ കൂടെ കിടക്കാനാണ് റൂത്തിന് ബോവാസ് അനുവാദം നൽകിയത്. 12ാമത്തെ ചോദ്യം, മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. ആരോട് പറഞ്ഞു? മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. ആരോട് പറഞ്ഞു? ഉത്തരം, ബോവാസ് റൂത്തിനോട്. ഉത്തരം, ബോവാസ് റൂത്തിനോട്. 13ാമത്തെ ചോദ്യം, റൂത്ത് അധ്യായം 3:15 പ്രകാരം ബോവാസ് റൂത്തിന് എത്ര അളവ് ബാർലിയാണ് നൽകിയത്? റൂത്ത് അധ്യായം 3:15 പ്രകാരം ബോവാസ് റൂത്തിന് എത്ര അളവ് ബാർലിയാണ് നൽകിയത്? ഉത്തരം, 6 അളവ് ബാർലി. 6 അളവ് ബാർലി. 14ാമത്തെ ചോദ്യം, അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. ആരുടെ വാക്കുകളാണിത്? ഉത്തരം, റൂത്തിന്റെ. അമ്മായിയമ്മയുടെ അടുക്കലേക്ക് വെറും കൈയോടെ പോകണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. ആരുടെ വാക്കുകൾ? ഉത്തരം, റൂത്തിന്റെ വാക്കുകൾ. റൂത്തിന്റെ വാക്കുകൾ. 15ാമത്തെ ചോദ്യം, നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് കാത്തിരുന്ന് കാണാം. ഡാഷ് തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് കാത്തിരുന്ന് കാണാം. ഡാഷ് തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഉത്തരം, കാര്യം തീരുമാനിക്കുന്നവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. അങ്ങനെ 3ാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിച്ചു. ഇനി 4ാമത്തെ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. അധ്യായം 4-ൽ റൂത്ത് അധ്യായം 4-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 22 വാക്യങ്ങൾ. അധ്യായം 4-ൽ റൂത്ത് അധ്യായം 4-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 22 വാക്യങ്ങൾ. 2ാമത്തെ ചോദ്യം, ബോവാസ് നഗരവാതിൽക്കൽ ചെന്ന റൂത്തിന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനെ കണ്ട് എന്താണ് പറഞ്ഞത്? ബോവാസ് നഗരവാതിൽക്കൽ ചെന്ന് റൂത്തിന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനെ കണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കുക. ഇവിടെ വന്ന് അല്പനേരം ഇരിക്കുക. 3ാമത്തെ ചോദ്യം, നഗരത്തിൽ ചെന്ന് ബോവാസ് ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് തന്നോടൊപ്പം ചാർച്ചക്കാരന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഉത്തരം, 10 പേരെ. നഗരത്തിൽ ചെന്ന് ബോവാസ് ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഉത്തരം, 10 പേരെ. 4ാമത്തെ ചോദ്യം, മനസ്സുണ്ടെങ്കിൽ എന്ത് വീണ്ടെടുക്കാനാണ് ബോവാസ് റൂത്തിന്റെ ചാർച്ചക്കാരനോട് പറഞ്ഞത്? മനസ്സുണ്ടെങ്കിൽ എന്ത് വീണ്ടെടുക്കാനാണ് ബോവാസ് റൂത്തിന്റെ ചാർച്ചക്കാരനോട് പറഞ്ഞ? ഉത്തരം, എലിമേലെക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം. എലിമേലെക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വീണ്ടെടുക്കാൻ. മനസ്സുണ്ടെങ്കിൽ എലിമേലെക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വീണ്ടെടുക്കാനാണ് പറഞ്ഞത്. 5ാമത്തെ ചോദ്യം, റൂത്തിന്റെ അടുത്ത ചാർച്ചക്കാരൻ എന്തുകൊണ്ടാണ് നിലം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? ഉത്തരം, വിധവയായ റൂത്തിനെ കൂടി സ്വീകരിക്കുന്നതിന് താല്പര്യമില്ലാത്തതിനാൽ. റൂത്തിന്റെ അടുത്ത ചാർച്ചക്കാരൻ എന്തുകൊണ്ടാണ് നിലം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? ഉത്തരം, വിധവയായ റൂത്തിനെ കൂടി സ്വീകരിക്കുന്നതിന് താല്പര്യമില്ലാത്തതിനാൽ.
ആറാമത്തെ ചോദ്യം, വിധവയായ റൂത്തിനെ സ്വീകരിച്ചാൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചാർച്ചക്കാരൻ ബോവാസിനോട് പറഞ്ഞത്? വിധവയായ റൂത്തിനെ തനിക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ചാർച്ചക്കാരൻ പറഞ്ഞത്? ഉത്തരം, തന്റെ അവകാശം നഷ്ടപ്പെടുമെന്ന്. തന്റെ അവകാശം നഷ്ടപ്പെടുമെന്ന്. ഏഴാമത്തെ ചോദ്യം, ഇടപാട് സ്വീകരിക്കുന്നതിന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നാട്ടുനടപ്പ് എന്തായിരുന്നു? ഇടപാട് സ്വീകരിക്കുന്നതിന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നാട്ടുനടപ്പ് എന്തായിരുന്നു? ഉത്തരം, ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേ ആളെ ഏൽപ്പിക്കുന്നു. ഇടപാട് സ്വീകരിക്കുന്ന ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നാട്ടുനടപ്പ് ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേ ആളെ ഏൽപ്പിക്കുന്ന രീതി. എട്ടാമത്തെ ചോദ്യം, ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമെലേക്കിൻ്റെതും ഡാഷിൻ എന്നിവരുടെയുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് തന്നെ ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. ഉത്തരം, മഹ്ലോൻ കിലിയോൻ. ഒമ്പതാമത്തെ ചോദ്യം, മൊബാബിന്റെയും മഹ്ലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. വാക്യം എഴുതുക. ഉത്തരം, റൂത്ത് 4:10. മൊബാവിയെയും മഹ്ലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. ഉത്തരം, വാക്യം എഴുതുക. ഉത്തരം, റൂത്ത് 4:10. പത്താമത്തെ ചോദ്യം, ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ ആകട്ടെ. ആരുടെ വാക്കുകൾ? ഉത്തരം, ശ്രേഷ്ഠന്മാരുടെയും നഗര കവാടത്തിൽ നിന്നിരുന്നവരുടെയും. വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾക്ക് ലെങ്ത് കൂടുതലാണ്, ഗ്രഹിക്കാൻ പാടാണെങ്കിൽ പോസ് ചെയ്തിട്ട് ഗ്രഹിച്ചു പോവുക. 11ാമത്തെ ചോദ്യം, കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ എന്നിവരെ പോലെ ആക്കട്ടെ. ഒന്നുകൂടെ വായിക്കാം. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ എന്നിവരെ പോലെ ആക്കട്ടെ. ഉത്തരം, ലയ. 12ാമത്തെ ചോദ്യം, അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. വാക്യം എഴുതുക. ഉത്തരം, റൂത്ത് 4:13. അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. വാക്യം 4:13. 13ാമത്തെ ചോദ്യം, അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്കൊരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഡാഷിലിൽ പ്രശസ്തി ആർജിക്കട്ടെ. ഉത്തരം, ഇസ്രായേലിൽ. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്കൊരു പിന്തുടർച്ചാവകാശി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. 14ാമത്തെ ചോദ്യം, റൂത്തിന് ബോവാസിൽ ജനിച്ച കുഞ്ഞിന്റെ പേരെന്തായിരുന്നു? 14ാമത്തെ ചോദ്യം, റൂത്തിന് ബോവാസിൽ ജനിച്ച കുഞ്ഞിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ഓബത്ത്. ഉത്തരം, ഓബത്ത്. 15ാമത്തെ ചോദ്യം, റൂത്തിന് ബോവാസിൽ ജനിച്ച കുഞ്ഞിന് പേര് നൽകിയത് ആരായിരുന്നു? ഉത്തരം, നവോമിയുടെ അയൽക്കാരായ സ്ത്രീകൾ. റൂത്തിന് ബോവാസിൽ ജനിച്ച കുഞ്ഞിന് പേര് നൽകിയത് ആരായിരുന്നു? ഉത്തരം, നവോമിയുടെ അയൽക്കാരായ സ്ത്രീകൾ. 16ാമത്തെ ചോദ്യം, പേരസിന്റെ പിൻതലമുറക്കാർ ആരെല്ലാം? ഉത്തരം, ഹെബ്രോൻ, രാം, അമിനദാബ്, നക്ഷോൻ, സൽമോൻ, ബോവാസ്, ഓബദ്, ജെസ്സെ, ദാവീദ്. ഈ വീഡിയോയുടെ ഈ പോർഷൻ പോസ് ചെയ്തിട്ട് വായിച്ച് പഠിക്കുക. 17ാമത്തെ ചോദ്യം, ദാവീദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ജെസ്സെ. ദാവീദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ജെസ്സെ. ദാവീദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ജെസ്സെ. 18ാമത്തെ ചോദ്യം, ജെസ്സയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ഓബദ്. ജെസ്സയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ഓബദ്. 19ാമത്തെ ചോദ്യം, ഓബദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ബോവാസ്. ഓബദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, ബോവാസ്. 20ാമത്തെ ചോദ്യം, ബോവാസിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, സൽമോൻ. ബോവാസിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, സൽമോൻ. ബോവാസിന്റെ പിതാവിന്റെ പേര് സൽമോൻ. 21ാമത്തെ ചോദ്യം, സൽമോന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം, നഹ്ഷോൻ.
സൽമോന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം നഹ്ഷോൻ. സൽമോന്റെ പിതാവിന്റെ പേര് നഹ്ഷോൻ. 22ാമത്തെ ചോദ്യം, നഹ്ഷോന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം അമീനദാബ്. അമീനദാബ്. നഹ്ഷോന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം അമീനദാബ്. 23ാമത്തെ ചോദ്യം, അമീനദാബിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം രാം. അമീനദാബിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം രാം. അമീനദാബിന്റെ പിതാവിന്റെ പേര് രാം. 24ാമത്തെ ചോദ്യം, രാമിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം ഹെബ്രോൻ. രാമിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം ഹെബ്രോൻ. 25ാമത്തെ ചോദ്യം, ഹെബ്രോണിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം പേരസ്. ഹെബ്രോണിന്റെ പിതാവിന്റെ പേര് പേരസ്. ഹെബ്രോണിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഉത്തരം പേരസ്. 26ാമത്തെ ചോദ്യം, റൂത്തിന്റെ വിവാഹം റൂത്തിന്റെ പുസ്തകം ഏത് അധ്യായത്തിലാണ് വിവരിക്കുക? നമുക്കറിയാവുന്ന തന്നെ അധ്യായം 4. അധ്യായം 4ലാണ് റൂത്തിന്റെ വിവാഹം വിവരിക്കുക.